ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് വർക്കാണ് കേട്ടോ. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഒരു ഇഷ്ടികയ്ക്ക് 26 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞാൽ 78,000 രൂപ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ കുഴപ്പം. അതേപോലെ വെക്കുകയാണ് ഇതൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാൻ നല്ലത്. പക്ഷെ ഇത് രണ്ടും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളോളം പണിയുണ്ട്. വീഡിയോ പരിപാടി ആ വീക്കെൻഡിലുണ്ടാവോ? അണക്കേടല്ലേ ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. നമ്മൾ വീടിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് ഒന്ന് പോകും. വയ്യട് കുത്തിയാക്കണയിടത്താണ് പുതുമണ്ണ് നനയുമ്പോ പാമ്പ് വരും എന്ന് പറയണം. ഇവിടെ വലിയ പൂങ്കാവനം ആക്കാനുള്ള പരിപാടിയാണല്ലോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായി അതിന്റെ ഇടയ്ക്ക്, അത് പറയാൻ മറന്നുപോയില്ലേ. കുറെ നേരം ഇവിടെ പരിശോധിച്ചപ്പോ കാണാണ്ട്. അപ്പൊ ഇനി നമുക്ക് അതൊരു പ്രശ്നമായി. ആ പോണെങ്കിൽ പൊട്ടൊരു ടോട്ടല് വർക്ക് തീരാൻ എത്ര നാളെടുത്തു? മോനെ ഒരു 3-4 ഓടും കൂടി അവിടെ ഒരു 4 ഓട് ഏതാണ്ട് അവിടെ വെക്കാനുണ്ടെന്ന് തോന്നുന്നു. 4 നമ്പേഴ്സ് ഓട് എൻഡില് 4 5 ഞാനിപ്പോ ചെന്ന് നോക്കിയായിരുന്നു. അതും കൂടെ അങ്ങ് ഒന്ന് വെച്ചേരേട്ടോ, അതിന് വേണ്ടി പോകണ്ടല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് വർക്കാണ് കേട്ടോ. തീർന്നോണ്ടിരിക്കല്ലേ ചേട്ടന്മാരൊക്കെ ക്ലീൻ ചെയ്യും. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ലാസ്റ്റ് ഡേ ഓഫ് വർക്കിൽ? നല്ല വൃത്തിയായി. ചേട്ടൻ്റെ തേപ്പ് നല്ല ഭംഗിയാണ്. ഇനിയിപ്പം ഇവിടെ ഹുക്കിലൊക്കെ ചെയിൻ ഇടണം. ഇവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കുത്തിപ്പൊട്ടിച്ച് ശരിയാക്കണം. ഇവിടെ കോൺക്രീറ്റ് ഇടണം. 2 സൈഡിലും അങ്ങനെ അപ്പ പറഞ്ഞ കോൺക്രീറ്റ് ഇടണം. അതെന്താന്ന് പറയുന്നത്, ഇപ്പൊ കോൺക്രീറ്റ് ഇടാൻ വൈകണതാണ്. ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ടേ ഒന്ന് തണുപ്പ് ഇത് ചെയ്താലേ ആ മണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പൊങ്ങി നിൽക്കണം. ഇവിടത്തെ മണ്ണിന്റെ ഈടാ നമ്മുടെ. അത് കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിച്ചണിലെ വർക്ക് വർക്ക് ഏരിയയിൽ വർക്ക് നടക്കുമ്പോൾ ഇവിടെയും അപ്പുറയും കോൺക്രീറ്റ് ഇടിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൽക്കാലം ചെയ്യും. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഫ്രണ്ടില് രജിച്ചേട്ടനോട് നാളെ വല്ലതും വരാൻ പറയണം. ഒന്ന് നോക്കിയിട്ടാ പോയത് അളവെടുത്ത്. ഫ്രണ്ടില് നമുക്ക് അവിടെയുള്ള ഗേറ്റ് ഇതിന്റെ കുഴയൊക്കെ വെച്ചു. കുഴയൊക്കെ വെച്ചു. 4 ഒരു ഗേറ്റിന്റെ അവിടെ 4 കുഴ. ഫസ്റ്റ് ഗേറ്റ് മാത്രമേ ഇനി നനയ്ക്കാനുള്ളൂ അല്ലേ? അതോടുകൂടി നന അവസാനിക്കുക. എന്നത്തേക്ക് അവസാനിക്കും നന? 6 ദിവസം. ഇന്നലെയല്ലേ കഴിഞ്ഞത്? അപ്പോൾ വെള്ളിയാഴ്ച അതോടുകൂടി അവസാനിക്കും. ഗേറ്റ് മാത്രമേ തേച്ചോളൂ അല്ലേ? ഗേറ്റല്ല, ഗേറ്റിന്റെ പില്ലറ. ഈ ഇഷ്ടികയൊക്കെ ബാക്കി വന്നതാണോ? എത്ര ഇഷ്ടിക വരുത്തി നമ്മള്? 3030. അത്ര ഇഷ്ടിക വാങ്ങിയില്ലേ? അതില് 30 ഇഷ്ടിക ബാക്കി വന്നു. 30 താഴെ 26 ഇഷ്ടിക ബാക്കി. അതിനിപ്പോ എന്ത് ചെയ്യും? സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വല്ല ആവശ്യങ്ങൾ വരുവാണെങ്കിൽ എടുക്കാം. ഒരു ഇഷ്ടികയ്ക്ക് 26 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞാൽ ഇപ്പൊ 3300 ഇഷ്ടികയ്ക്ക് അപ്പൊ എന്ത് വിലയായി? അത് അമ്മ വരേണ്ടി വരും. 3030 ഇഷ്ടിക. അപ്പൊ അതിന് 3000 ഇഷ്ടികയ്ക്ക് എത്രയായാലും എളുപ്പത്തിൽ കൂട്ടാമല്ലോ. 26 × 3 എത്രയായി? 78 78,000 രൂപ. 78,000 രൂപയുടെ മുതലാ അത്. ഈ മതില് മൊത്തം കെട്ടാൻ 78,000 രൂപയുടെ ഇഷ്ടിക വാങ്ങിയില്ലേ? സംഭവം തന്നെ. അതും ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് നേരെ വെക്കുവാണെങ്കിൽ അതിന് കൂടുതൽ വന്നേനെ. ചരിച്ചെങ്ങനെയാ വെച്ചേ? ഇങ്ങനെ കുത്തിച്ചാരി. ശരിക്കും ഇഷ്ടിക നേരെ വെച്ചാണ് കെട്ടേണ്ടത്, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട്. നേരെ ഇഷ്ടിക ഇതിന്റെ ഡബിൾ ആവും. 3000 വരെ 6000 ആവും. ഒയ്യോ, ഇത് നമ്മള് പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ? അത് ശരി. അതിന് ഇഷ്ടിക കെട്ടാനിപ്പോ അതുപോലെ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ചരിച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് തന്നെ കുഴപ്പം. ഈ ഇഷ്ടിക കണ്ടില്ലേ, ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് അതിന്റെ ഷേപ്പ്. അതിന് പകരം അതിങ്ങനെ കുത്തി നിർത്തി. അങ്ങനെയാ എല്ലാം ചെയ്തിരിക്കണേ അല്ലേ? ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷന്റെ സംഗതികളൊന്ന്
കണ്ടു പഠിക്കുന്നത്. കാരണം ഇതൊരു കോമൺ സെൻസിന്റെ വിഷയമാണത്. നമുക്ക് കുറച്ച് വിവരം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പല ഐഡിയാസും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, നമ്മൾ പറയുന്നത് നമുക്ക് ഗുണമുള്ള കാര്യമാണ്. മോളിലും തേച്ചിട്ടുണ്ടല്ലേ? മുകളിൽ തേച്ചില്ലെങ്കിൽ ഈ മഴവെള്ളം ഇങ്ങനെ വീണ് ഇഷ്ടിക ഇങ്ങനെ അലുത്തലുത്തലുത്തലുത്തലുത്തൻ്റെ ഗ്രാന്യൂൾസ് പോവും. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടി മേളിൽ ഇങ്ങനെ ശരിക്കും വേണ്ടത് കംപ്ലീറ്റ് 2 സൈഡും തേക്കണം. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബീഡിങ് വെക്കണം. അവിടെ വെച്ചിട്ടില്ലേ, അതേപോലെ വെക്കുകയാണ് ഇതൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാൻ നല്ലത്. പക്ഷെ ഇത് രണ്ടും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളോളം പണിയുണ്ട്, ചെറിയ ഏരിയ. പിന്നെ ഈ മതില് കോമ്പൗണ്ട് വാളിനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കി. ഒരുപാട് ഡിലേ വരുന്ന പണികളാണ്. അതും പണിക്കാരെ പറയുകയാണെങ്കിൽ അതാണ് ഭംഗി എന്നൊക്കെ. പക്ഷേ കണ്ടോ നമ്മുടെ മതിൽ കംപ്ലീറ്റ് ആയ നമ്മുടെ മതിൽ ഇങ്ങനെ നീണ്ടു പരന്ന ഒരൊറ്റം വട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ കിടക്കാണ്. കണ്ടോ, നല്ല മഴക്കാരും ഇടിയൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുള്ള വളരെയേറെ ആകാംക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പക്ഷെ പെയ്യണ ലക്ഷണമൊന്നുമില്ല, വെറുതെ കുടുങ്ങി പോകുന്നാ തോന്നണേ. എന്ത് ചെയ്യാനാ? മൈലാഞ്ചി അതിരിടിഞ്ഞു പോകാനാ ഞാൻ മൈലാഞ്ചി കുത്തിയത്, ചെമ്പരത്തി മൈലാഞ്ചി. അത് നല്ലതാണോ അതിരിടിഞ്ഞു പോവാതിരിക്കാൻ? ഇടിയൂല, അതിന് പടർന്നങ്ങ് വേരിങ്ങനെ പോന്നോളൂ. ഈ ഓസിന്റെ കളറ് നല്ല രസം കാണാൻ. പക്ഷെ അത് ഈ പാമ്പു പോലെ ഇങ്ങനെ വരാം. അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടാ, നല്ല രസം, ഒരു വെറൈറ്റി. ഒരു പഴയ പച്ച ഹോസ് കൂടെ കിടക്കണം, അതൊക്കെ എടുത്തും മാറ്റണം. അവിടെ നിന്ന് 3 പുതിയ ഹോസ് മേടിച്ചായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരെണ്ണം നനയ്ക്കാനായിട്ട് അവിടെ വെച്ചു, കാറ് കഴുകാനും ചെടി നനയ്ക്കാനും ബാക്കിയുള്ള പരിപാടിക്ക്. 2 എണ്ണം അപ്പം തന്നെ ചുരുട്ടി മടക്കി വള്ളിയെടുത്ത് കെട്ടി തന്നതാണ്. അത് ഇത് പഴയത് അവിടെ കിടക്കണം, അത് ഉപയോഗിച്ചുകഴിഞ്ഞായി. എന്തിനെങ്കിലും എടുത്ത് വെച്ചേക്കാം, ഇതുപോലെ എമർജൻസിക്ക് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോണ മാർഗ്ഗമാണ് കാണിക്കുന്നത്. വെറുതെ ടെറസ് മുകളിലൊക്കെ കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ ഉരുകും, എന്തെങ്കിലുമൊക്കെ ചൂട് കൊണ്ട്. ടെറസിൻ്റെ ഒക്കെ മുകളിൽ ഭയങ്കര ചൂടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇലിയൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഐഡിയ കണ്ടുപിടിച്ചതാണ്. ഇനിയിപ്പം പണി തീർന്നുകൊണ്ടിരിക്കണോണ്ട് വെള്ളം ഡ്രമ്മിൽ ശേഖരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡ്രം തന്നെയാണ്. അത് നല്ലൊരു ഐഡിയ. അടപ്പുണ്ട് അതിന്, അതിനാകുമ്പോൾ അടപ്പില്ല. വെള്ളം വെച്ചേക്കണേ. നനയ്ക്കാൻ ഇത് മാത്രം മതിയോ? ഇത് മാത്രം നനയ്ക്കാൻ വേണ്ടെന്നാ, നനയ്ക്കാൻ ഓർമ്മ അവിടെ കിടക്കണം. 2 എണ്ണം സേഫായിട്ട് ഇതിനകത്ത് വെച്ചു. ഇതിന്റെ അടപ്പ് തന്നെ ചെയ്തത്, ഇതിന്റെ അടപ്പ് കട്ട് ചെയ്ത് കൊണ്ട് മാറ്റിയായിരുന്നു. അപ്പം എന്നിട്ട് പണിക്കാരുടെ പണി കഴിയുമ്പോൾ സിമെന്റ് മാറ്റി കഴിയുമ്പോൾ അതിന്റെ അകത്തേക്ക് വിറകുവരയിലേക്ക് എടുത്ത് വെക്കും. പണിക്കാർ ഇവിടെ ഇരുന്നാൽ മതി, കുഴപ്പമില്ല. പിന്നെ അവിടെ കിടക്കണ ഹോസ് കാണിച്ചു തരാം നനയ്ക്കാൻ ഇട്ടേക്കണത്. ഇത് പഴയതാ, ഇത് മാറ്റി ഡ്രസ് മുകളിലേക്കിടാൻ ചുമ്മാ കയറ്റി ഇടാം. ഡ്രസ് മുകളിൽ കയറുമ്പോൾ ഇപ്പം അങ്ങോട്ടൊന്നും പോണില്ല, വേറെ പരിപാടിയുണ്ട്. നനയ്ക്കാൻ ഓരെണ്ണം ഇവിടെ എടുക്കുന്നത് ധാരാളം മതിയാണ്. ഞാൻ മേടിച്ച സാധനം ഉണ്ടല്ലോ, കുഴലോ. അതിനെ ഇപ്പൊ കുഴലെന്നൊക്കെയാണോ വിളിക്കണേ? പുതിയത് മേടിച്ചത് ഉപയോഗിക്കാൻ ഇട്ടേക്കണത്. ഇത് വാട്ടർ കണക്ഷൻ വെള്ളം എടുക്കാനായിട്ട് നേരത്തെ തന്നെ നമ്മൾ വെച്ചേക്കണം, കുടിവെള്ളം ശേഖരിക്കാൻ അതിനകത്തേക്ക് വെച്ചു. അത് വേറെ ഒന്നിനും എടുക്കൂല, അങ്ങനെ തന്നെ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ഇത് നനയ്ക്കാൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഹോസിന്റെ പരിപാടി. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞതോടുകൂടി നമ്മൾ ബാക്ക് ടു റൊട്ടീനിലേക്ക് കടക്കുവാണ്. പണി കഴിഞ്ഞു പറയാറായിട്ടില്ല, മെയിൻ പണി അകത്താനി. പണി കഴിഞ്ഞു, അകത്ത് ഒരാഴ്ചത്തെ പണിയുള്ളൂ. പക്ഷെ എന്നാലും കിച്ചൺ എല്ലാം മൊത്തം പ്രശ്നമാണ്. ആ റൂഫ് ടോപ്പ് നമ്മൾ പൊളിക്കാൻ പോവാ, എന്നിട്ട് 2ാമത് വാർക്കുക. ഫുൾ വാർക്കുക. അതിൻ്റെ അത് നല്ലൊരു ഏരിയ ഉണ്ട്, അത് വർക്ക് ഏരിയ, ഇത് സ്പേസ്. അത് കുറച്ചൊക്കെ സീലിംഗ് ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫുൾ മെഷീൻ കൊണ്ടൊന്ന് മാറ്റി വെച്ച് 2ാമത് വാർത്തെടുക്കുക. അതിനാന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും മാറ്റണം. കിച്ചണിൽ നിന്ന് വാതിൽ ഇങ്ങോട്ട് തന്നെ ക്ലോസ് ചെയ്ത് വെക്കും, കാരണം പൊടി. ഒരാഴ്ച ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വീഡിയോ പരിപാടി ആ വീക്കെൻഡിൽ ഉണ്ടാവുകയില്ല, നടക്കൂല. വാർത്ത കഴിയുമ്പോൾ മുട്ടൊക്കെ ഇട്ട് വെക്കൂല, പിന്നെ നടക്കാനും ഒക്കെ വിഷമാവും. അപ്പം ഈ കൂടെ ആകുമ്പോൾ പരിപാടി കഴിഞ്ഞു പോകും. ഈ ആഴ്ച ചെയ്തതിന് ആ ചേട്ടന് എമർജൻസി പണിയും കണ്ടുണ്ടതാ. അപ്പോൾ ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ കാണുമ്പോൾ പുതിയൊരു വർക്ക് ഏരിയ ആയിരിക്കും. പുതിയ വർക്ക് ഏരിയ ആയിരിക്കും. പിന്നെ മതിലുകെട്ടും നമുക്ക് കാണിക്കാമല്ലോ, ലാസ്റ്റ് ഭാഗം കാണിക്കാം.
ഗേറ്റും കൂടെ വെച്ചിട്ട് കാണിക്കാം. അതെ അതെ അതെ. ഓക്കെ. എങ്ങനെയുണ്ട്? നേരത്തെ കുളിച്ചത് ചൂട് കൊണ്ടാണോ? ആ തണുപ്പ് ഒന്ന് കിട്ടാൻ തലയിൽ കെട്ടി വെച്ച് കുറവ് തണുപ്പൊന്ന് കിട്ടട്ടെ എന്ന് ഓർത്തു. മുമ്പിലേക്ക് കെട്ടാറുണ്ട്. പറമ്പിലിറങ്ങാനുള്ളതുകൊണ്ട് പുറകിലേക്ക് ആക്കിയത്. അവല്ല പരിസരത്തുള്ളവർ ചേച്ചി എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുമ്പിക്കൈ ആരുടെ തുമ്പിക്കൈ പോലെ ചുരുട്ടി വെച്ചേക്കണമെന്ന് ചോദിച്ചാൽ നാണക്കേടല്ലേ? ചോദിക്കൊന്നുമില്ല. അവർ തന്നെ ചേച്ചി ഇങ്ങനെ വെച്ചേക്കണമെന്ന് ചിലപ്പോൾ ചോദിക്കും. ഫോൺ ഇട്ടേക്കാം അപ്പം പുറത്തേക്ക് പോയേക്കണോണ്ട് തന്നെയല്ല ആരെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ അറിയില്ല. ഒരു കുഞ്ഞു കറിവേപ്പുന്തേ അതോരമ്മ കണ്ടുപിടിച്ചു. ശൈലിയോട് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ തരാന്ന്. അവിടെ വലിയ കറിവേപ്പുള്ളത്. വാ പോവാന്നാ. വെയിലില്ലാത്തോണ്ടാ. അപ്പോൾ മുമ്പിലേക്ക് പോക്കും. ഞാൻ ഇത് പിടിച്ചോണ്ട് പോരാ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് ഒന്ന് പോകും. വയ്യട് കുത്തിയാക്കണടുത്ത് പോകാം. അവിടെ ആ നൈക ചിലപ്പോൾ ഉണ്ടാവും. എല്ലാവരെയും കാണാം. അപ്പോൾ കുറ്റി നോക്കണം. വലിയ ഒറ്റയ്ക്ക് മുഴുവൻ കുറ്റിയാണ് പറമ്പിൽ. നോക്കട്ടെ കേട്ടോ. വർഷങ്ങളായിട്ട് നിൽക്കണ കശുമാവ മരങ്ങളൊക്കെ നിന്നത് കൊണ്ട് അതിങ്ങനെ പൂക്കാറില്ലായിരുന്നു. ഇത്തവണ അതിൻ്റെ സൈഡിലുള്ള 1-2 മരത്തിൻ്റെ കൊമ്പ് പോയപ്പോൾ അത് പൂത്തിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. അതെ, ഇന്ന് പിടിച്ചിട്ടുണ്ടോന്ന്. എത്ര കാലമായി ഒരു കശുമാങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അല്ല അപ്പുറത്തെ അവരുടെ പറമ്പിലുണ്ട് കാര്യം. പക്ഷെ അവനവൻ്റെ പറമ്പിലൊന്നും ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. ഒരു ബഡിൻ്റെ കശുമാവിൻ്റെ അല്ലേ നീ മേടിച്ചുകൊണ്ട് വന്നത്. അത് പക്ഷെ പോയി പിടിച്ചിട്ടില്ല തോന്നല്ലേ. ഉണ്ണി പിടിച്ചിട്ടില്ല, പൂത്തിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ട് കണ്ടോ അങ്ങ് ദൂരെ. എവിടെയൊക്കെ പൂവുണ്ട് കാര്യം. ഒരു മഴക്കാറ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. ഉണ്ടാവും പൂവിട്ടത് കൊണ്ട്. ചെറുതായിട്ടാ കാണുന്നത്. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ തൂങ്ങി വരും. അറിയാൻ മേല. ഞാൻ പറമ്പിലേക്ക് പോവാട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ പറമ്പിൽ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെടി ഇങ്ങനെ കിളുത്ത് വന്നേക്കണ കണ്ട. എനിക്ക് എന്നാന്ന് മനസ്സിലായില്ലായിരുന്നു. ഞാൻ അപ്പുറം നൈകയുടെ സവിതയോട് ചോദിച്ചേ ഇത് എന്നാ ചെടിയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. പറമ്പിൻ്റെ അതിരുവഴിയാവും നമുക്കറിയില്ല. അതിരല്ല, നമ്മുടെ അകത്ത് തന്നെ കിടക്കണത്. കുറേ ഉള്ളിലേക്ക് കയറി. അപ്പം പുള്ളിക്കാരിയാണ് പറഞ്ഞത്, സവിതയാണ് പറഞ്ഞത് ഇത് സാമ്പാർ ചീരയാണ്. അത് പൂ പോലെ വന്നിട്ടുണ്ട്. സാമ്പാറിന് ഇലയും തണ്ടും ഒക്കെ ഇടുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രാവശ്യം നമുക്ക് സാമ്പാർ വെക്കുമ്പോൾ ഇത് പറിച്ചുകൊണ്ട് പോയേച്ച് പരിപ്പും ഇതുമൊക്കെ വേവിച്ച് ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ട് വേവിച്ച് സാമ്പാർ വെക്കാം കേട്ടോ. നേരം കാണിക്കാം. നമുക്ക് വലിയ ധാരണയില്ല, ഇതിനെപ്പറ്റി അറിവില്ല. നമ്മുടെ അടുത്തുള്ളവർ പറഞ്ഞതാട്ടോ. ചേമ്പ് നിന്നോണ്ടിരിക്കുക. ചേമ്പ് കാന്താരി ചമ്മന്തിയും ചേമ്പും. പിന്നെ എന്ത് വേണം? ചേമ്പ് പുഴുങ്ങിയത് വളരെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റാ. അത് കഴിഞ്ഞ് നമ്മൾ സൺഫ്ലവർ സീഡ് നടും. മമ്മി തന്നു വിട്ടതാട്ടോ വീട്ടിൽ നിന്ന്. ഇവിടുത്തെ ഇതിൽ മുഴുവൻ എലി കുത്തിക്കളഞ്ഞത് കാരണം. കഴിച്ചു വാ. ൂണിടാൻ പോകണ്ട. കൊള്ളാവോ? രുചിയുണ്ട്. നല്ല ചൂടാറിപ്പോയി. അതെ അതെ. പുഴുങ്ങി വെച്ച് പറമ്പിൽ പോയി. അതാ പറ്റിയ. വന്നപ്പോഴത്തേക്കും എനിക്ക് ചൂടാറിയത് കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ ചൂടുള്ളതല്ലേ ഇഷ്ടം. കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യുവോ? മഴ ഉച്ചയ്ക്കൊന്ന് പോയാട്ടോ. ഉച്ചയ്ക്കൊന്ന് ചാറിപ്പോയി. ഇനിയിപ്പോ തണുപ്പാറ്റുണ്ട്. പെയ്താ രക്ഷയായി. ഒന്ന് കാറ്റെങ്കിലും വീശി കഴിഞ്ഞാൽ ഉപകാരമായി. ഇതിന് പോയതാ കാറ്റെങ്കിലേ വീശിയ ഉപകാരമായി. ഉപകാരമായി. ശരിയാ. തണുത്ത കാറ്റ്. തണുപ്പ് കാറ്റുണ്ട്. പുറത്തുണ്ട്. ഞാൻ എന്നാന്ന് പറയുമ്പോ ചവിട്ടി കഴിഞ്ഞ് കയറ്റിയിട്ട് നടക്കല്ലേലും നനഞ്ഞ കാരണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ചവിട്ടി ഇതാക്കി വെച്ച് പോക്കോട്ടോ. തണുപ്പ് കാറ്റുള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. ഇന്ന് എന്തായിരുന്നു ചൂട്. അതെ. ഓക്കെ. ദേ കണ്ടോ, മഴ പൊടിയണേ ഉള്ളൂ. അപ്പുറത്തൊന്നും പൊടിഞ്ഞിട്ടില്ല തോന്നുന്നു. പറയാൻ പറ്റില്ല. ചെറിയ കാറ്റുണ്ട്. ഓർത്തവിടെ കിടക്കണേ. മഴ പ്രതീക്ഷിച്ച അവിടെ നിക്കണം ഞങ്ങള്. ഞാൻ കുളിച്ചു. ആദ്യത്തെ മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ആലിപ്പഴം. അങ്ങനെ പറയൂ അല്ലേ? ആലിപ്പഴം വീഴൂന്നൊക്കെ പറയും. അങ്ങനെ വീഴാറുണ്ട്. പുതുമണ്ണ് നനഞ്ഞ മണം. പക്ഷെ ആ സമയത്തില്ലേ പുതുമണ്ണ് നനയുമ്പോ പാമ്പ് വരുമെന്ന് പറയണം. ഓ, അങ്ങനെ പണ്ട് പോലെ ഉള്ളതാ. അത് നമുക്കിങ്ങനെ പറമ്പുകൾ ഇഷ്ടം പോലെ കിടക്കുമല്ലേ. ഇടി കുടുങ്ങുന്നുണ്ട് കേട്ടോ. ഇത്രയും ചുട്ടുപഴുത്തിരുന്നേച്ചില്ലേ. അതെ, ഇടയ്ക്കൊരു മഴ പെയ്താൽ നമുക്ക് ചൂട് അത്ര എഫക്ട് ചെയ്യില്ല. പിന്നെ ഈ കണ്ടരിമുളകൊക്കെ നിവർന്നു വരും. പൊന്നെ. അതെ, ഞാൻ പഴമയുള്ള സ്ഥലം
ഞാൻ ക്ലീനൊന്നും അത്ര ആക്കിയിട്ടില്ല. അപ്പം ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഞാൻ ഓരോ സംഗതികൾ എൻ്റെ മനസ്സന്തോഷത്തിന് വേണ്ടി ചെയ്യുവാണ്. ഓർഡിനറി സംഗതികളെ പിടിപ്പിച്ചേക്കണം. ഇവിടെ ഇരിക്കുന്നത് തന്നെയാണ്. ഒരു ചട്ടിയിൽ നിങ്ങൾ പല പ്രാവശ്യം ഇരുമ്പമ്പളിച്ചോട്ടിലുള്ള വലിയൊരു ചട്ടിയിൽ ഇരുന്ന് ഈ ചെടി കണ്ടിട്ടുണ്ട്. ചെടിയുടെ പേരറിയില്ല കേട്ടോ. ഈ ചെടിക്ക് ഒരു മെമ്മറി ഉണ്ട്. അതിലും ഉണ്ടോ മെമ്മറി? എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നതാ. ഒരു ഹോട്ടലിൽ ചെന്നപ്പോ അവന്യൂ സെന്റർ ആണോ അവന്യൂ റീജന്റ് ആണോ ഞാൻ മറന്നുപോയി. ഒരു റിസപ്ഷന് പോയതാ. അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അവിടെ ഇങ്ങനെ കണ്ടമാനം സൈഡിൽ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ കമ്പിവേലിട്ട് വെച്ചേക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് നോക്കി കുറേ ഇങ്ങനെ താഴത്തേക്ക് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞ് താഴത്തേക്ക് കിടക്കണം ഒരെണ്ണം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. വീണ് കിടന്നത്. അപ്പൊ പുള്ളിയില്ലേ ഒരു കത്തി എടുത്തോണ്ട് കട്ട് ചെയ്ത് തന്നതാ. അവന്യൂ സെന്റർ അല്ല അവന്യൂ റീജന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തൊരു കുഞ്ഞിതാ തന്നത്. അടിയിട്ട് കിടന്നതാ. ചോദിച്ചു തന്നെ മേടിച്ചത്. നമ്മൾ അങ്ങനെ എല്ലാവരും ഒടിച്ചെടുക്കണ ശരിയല്ല. അപ്പൊ അത് പടർന്ന് പന്തലിച്ച് വലുതായ പടുവൃക്ഷമായി എന്ന് പറയാം. വൃക്ഷമൊന്നും ആയില്ല, ഒരടമ്പുകളുണ്ട് അതിന്റെ. ഇതിന്റെ തൈ നമുക്ക് ഞാൻ ഏഞ്ചലിന് കൊടുത്തായിരുന്നു പണ്ട്. ഇതിൽ പൊട്ടി മുളച്ച് തൈകൾ ഇതിൽ ഇഷ്ടംപോലെ വരും. അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് ഇതിന്. അപ്പം ഞാൻ ആ ചട്ടി ഇങ്ങനെ കവിഞ്ഞ് നിൽക്കണത് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്ന ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ രണ്ട് സൈഡിലും വെക്കാമെന്ന് ഓർത്തത്. അപ്പുറം ഇപ്പുറം അടർത്താൻ ഇഷ്ടം പോലെയുണ്ട് അതിൽ. പക്ഷേ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കുമ്പോൾ അത് ഗേറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് തീരുമാനിക്കുക അവിടെ വേണമെന്ന്. അങ്ങോട്ട് ചിലപ്പോൾ ചെരുവിലായിരിക്കും തുറപ്പിക്കണേന്ന്. ചെരുവല്ലേ ഭൂമിയുടെ ഘടന, അത് കാരണം അങ്ങോട്ട് ചെരുവിലായിട്ടായിരിക്കും ആ ഗേറ്റ് തുറക്കണം. ഇവിടെ പക്ഷേ കറക്റ്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇത്രയും ഭാഗം വരെയും ഒന്നും നടരുതെന്ന് ഈ ബോർഡറിൽ. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി നട്ടോളാൻ പറഞ്ഞു. ഇത് കറക്റ്റായിട്ട് തുറക്കും. ഇത് ഇങ്ങനെ കുറച്ച് ചെരുവായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ തൽക്കാലം ഇവിടെ വെച്ചു. പിന്നെ നമുക്ക് ഗേറ്റിന് പുറത്തുള്ള മതിലിന് പുറത്തുള്ള നമ്മുടെ പ്രോപ്പർട്ടി തന്നെ വെച്ചേക്കണം കുറച്ച് നാടൻ ചെടികൾ കാണിക്കും. ഇവിടെ വലിയ പൂങ്കാവനം ആക്കാനുള്ള പരിപാടിയാണല്ലോ. ആക്കണമെന്നാണ് ആഗ്രഹം. ഈ ഭാഗയില്ലേ കംപ്ലീറ്റ് വാടാമുല്ലയും ബന്ദിയും ഭാഗ്യക്കും കംപ്ലീറ്റ്. ഞാൻ വിചാരിച്ചു അവിടെ എന്താ വേക്കന്റ് സ്പേസ്. എനിക്ക് സൺഫ്ലവർ നടാൻ ഇച്ചിരി സ്പേസ് തന്നെ കേട്ടോ. ഇഷ്ടം പോലെ അതിന്റെ ഇടയ്ക്കൂടെ ഇവിടെ എവിടെയെങ്കിലും വെച്ചോ. സൺഫ്ലവർ ഏതായാലും ചട്ടിയിൽ പാകി നിർത്തണം. കാശ് കൊടുത്ത് മേടിച്ച് വിത്തല്ലേ, ഇങ്ങനെ റഫായിട്ട് ഇടാൻ പറ്റില്ല. എന്നിട്ട് പാകി നിർത്തി വെച്ച് നമുക്ക് ഇവിടെ ഈ അരികിൽ നല്ല സ്ഥലത്ത് വെച്ചോ. അതും വെക്കാം. പിന്നെ ഇത് നമ്മുടെ ചട്ടിയിൽ നിന്നത് തന്നെ. ഇത് നമ്മുടെ കോളാമ്പിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചത് 2 ചൂട്. ഇതില്ലേ ഇത് ഈ ചെത്തി ഇതാ അവിടെ വേറൊരു ചെത്തി ഉണ്ട് അപ്പുറം എൻഡിലായിട്ട്. ആ ചെത്തി നമ്മുടെ രൂത്തുമാവ് കൊണ്ടുപോയി തന്നതാ. ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് വാട്ടർ കണക്ഷൻ്റെ അവിടെയാ പിടിപ്പിച്ചായിരുന്നു. അവിടെ ഷെയ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ആ പഴച്ചെടി അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ഡായി. അവിടെ ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാവും. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഏതോ വീട്ടിൽ സഹായിക്കാൻ പോകണുണ്ടായിരുന്നു. അപ്പം അവിടെ ഗേറ്റിൻ്റെ സൈഡിൽ ലൈനായിട്ട് പിടിപ്പിച്ചേക്കോ മോളെ അവരോട് ചോദിച്ചുകൊണ്ട് വന്നതാ ഇവിടെ കൊടുക്കാനാന്നും പറഞ്ഞു. അത് ആ 2 ചെത്തിയും അങ്ങനെ കൊണ്ടുവന്ന് തന്നതാ കേട്ടോ. അതും ഇതും പിന്നെ അതൊക്കെ നമ്മുടെ ഓർഡിനറി ചെമ്പരത്തികൾ. പിന്നെ വേറൊരു ചെമ്പരത്തിയുടെ കാര്യം പറയാനുണ്ട്. ഇതൊക്കെ കോളാമ്പി ഓർഡിനറി ചെടി ഇവിടെ വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തല്ലേ വെച്ചേക്കണേ. നമ്മുടെ പറമ്പാണെങ്കിലും ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്നാന്ന് വെച്ചാൽ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറാനൊക്കെ സൗകര്യത്തിന് വേണ്ടി. അപ്പം അതുകൊണ്ട് പിന്നെ പറയാം, ഇത് നമ്മുടെ ആദാമ ഹവ്വായി മണലിന്ന് ഞാൻ പറിച്ചോണ്ട് മണല് കൂട്ടിയിട്ടേക്കണതിൻ്റെ മീതെ നിന്നത്. ഈ ചെമ്പരത്തിയെ ശൈല ചേച്ചി തന്നതാ. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ഒരു ചെമ്പരത്തി കട്ട ചെമ്പരത്തി അത് കട്ട റെഡ്. ഇപ്പം അത് പിന്നെ ഇതൊക്കെ പൂങ്കാവനാവണം. ഇപ്പം ഒരു 6 മാസം പിടിക്കും. പിന്നെ നമ്മുടെ മൈലാഞ്ചി ഒടിച്ചു കുത്തിയിട്ടുണ്ട്. അതും കുത്തിയോ അവിടെ? അവിടെ ഒരു കറ്റാർ വാഴയും വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, എല്ലാം ഉണ്ട്. അപ്പൊ അത് പക്ഷേ ഒരു കാര്യം ഉണ്ടായി അതിന്റെ ഇടയ്ക്ക്. അത് പറയാൻ മറന്നുപോയില്ലേ എന്നോട് പറഞ്ഞത് പൂച്ചവാല. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് ചവറുവരണ്ടിയും മുള്ളുമാന്തി കൈകൊണ്ടുള്ള മുള്ളുമാന്തിയൊക്കെ ആയിട്ട് പുല്ലൊക്കെ കളഞ്ഞ് ശരിയാക്കി കത്തിയും കൊണ്ടുവന്നു. ഇതൊക്കെ നട്ട് ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഈ നട്ടേക്കണതിന് ഒരുപാട് വേരുണ്ടായിരുന്നു. ആ പൊങ്ങി നിൽക്കണം അതിന്റെ വേര് കട്ട് ചെയ്ത് എന്നിട്ട് വേസ്റ്റ് കരികിലെല്ലാം കൂട്ടി ഇവിടെ ഇട്ട് വേര് കട്ട് ചെയ്തതും. എന്നിട്ടേ ഞാനൊരു പണി ചെയ്തു. ഇതെല്ലാം വാരി കളയണമല്ലോ. ഇത് പോണതിന് മുമ്പ് വാരി കളഞ്ഞപ്പോ ആ കത്തിയും കൂടി ആ കൂടെ കളഞ്ഞു. എങ്ങോട്ടാണോ നമ്മുടെ പറമ്പിൽ തന്നെ കിടക്കണതേ. ഈ കാട്ടിലേക്കാ ഇട്ടേക്കണം. ഈ കാട്ടിൽ കത്തി ഉണ്ട്. പക്ഷെ അപ്പ പറഞ്ഞു കത്തിക്ക് വേണ്ടി അങ്ങോട്ടൊന്നും ഇറങ്ങണ്ട. അപ്പ വരണ്ടിയും കണ്ട് സമയമുള്ളപ്പോ നീക്കി തീയിടാനായിട്ട് എടുക്കും. ഈ കരികിലുകളെല്ലാം മാറ്റണം. അപ്പം അതുകൊണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇപ്പം ഒന്നിനും പോകണ്ട, ഇവിടെ ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു കത്തിയല്ല അത് പോട്ടെ എന്ന് പറഞ്ഞു. കുറേ നേരം ഇവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ കാണാണ്ട്. നമ്മുടെ തന്നെ സ്ഥലമാണ് അത് നിനക്കറിയാലോ. നമ്മുടെ താഴത്തെ തൊട്ടിയാണ് പറമ്പിൻ്റെ ഏറ്റവും താഴെയുള്ള തൊട്ടി.
അപ്പം ഇനി നമുക്ക് അതൊരു പ്രശ്നമായി. ആ പോണെങ്കിൽ പോട്ടെ, ഒരു കത്തിയല്ലേ. പക്ഷെ കൈക്ക് ഇണക്കമുള്ള കത്തിയായി. അതാണെങ്കിൽ കൈക്ക് ഓരോ സംഗതികൾ അരിയുമ്പോൾ ഓരോ ഇണക്കം വരുമല്ലോ. അത് വരും. ഇതെന്ത് ചെടിയാ അത്? ഇതാ ഋതുമാമൻ തന്ന മറ്റേ ചെത്തി. ഇതാ ഇത് അതല്ല, ഇത് രൂത്ത് തന്ന മറ്റേ ചെത്തിയുടെ ഇല ഇതുപോലെ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇതെങ്ങനെയാണോ കട്ടയായിട്ട് പൂവായിട്ട്, മറ്റേത് അങ്ങനത്തെ അല്ല, ഇച്ചിരി വലിയ പൂ, മറ്റേത് ചെറിയ പൂ. ഇത് കൊങ്ങിണി. അതൊക്കെ ആയിക്കോട്ടെ. ഇത് ആ യൂഫോർബിയ വെറുതെ ഒരു പൂവിന് വേണ്ടി ഞാനൊരു കൊമ്പ് കൊണ്ട് കുത്തിയതാ ഇവിടെ ചട്ടിയിൽ നിന്ന് കട്ട് ചെയ്ത്. യൂഫോർബിയ ഒരു പൂ ഇരിക്കട്ടെ. പിന്നെ ചെമ്പരത്തികളൊക്കെ വെച്ചേക്കണം. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ മാർച്ച് 18-ാം തീയതി ചൊവ്വാഴ്ചയോടുകൂടി പറമ്പിലെ പരിപാടികൾ എല്ലാം ക്ലോസ് ആയി. സൈഡിൽ മണ്ണൊക്കെ ഇടിച്ചപ്പം നല്ല നീറ്റാക്കി പറമ്പിൽ. ഇനി കോൺട്രാക്ടർ എടുത്തേക്കണ ചേട്ടൻ വന്ന് അളന്ന് കഴിയുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് പറയാം. അപ്പം ഒരു അപ്രോക്സിമേറ്റ് അളന്നിട്ടുണ്ട് 530 അടി എന്ന് വെച്ചാൽ അല്ലേ, അങ്ങനെയാണെന്നുണ്ട് അപ്പം പറഞ്ഞത്. അപ്പം പിന്നെ പുള്ളിയും കൂടെ വന്ന് അളന്ന് കഴിയുമ്പോൾ കറക്റ്റ് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പം പറമ്പിലെ പരിപാടി അങ്ങനെ അവസാനിച്ചു. ഇനിയിപ്പം രണ്ടിടത്തും ഒരേ ഗേറ്റുകൾ വെക്കലാണ്. ഇവിടെ തൽക്കാലം ഡാം ഹുക്കിൽ, ഇവിടെ ഗേറ്റിൻ്റെ ഹുക്ക് ഇവിടെ ഉണ്ട്. ഈ ഹുക്കിൽ ഇവിടെ ഒരു ഹുക്കുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ആ ഹുക്കിൽ ചെയിൻ ഇടും. അപ്പം പറഞ്ഞത്. അപ്പം ഇത് ഇങ്ങനെ കിടന്നോളൂ. ഇത് പറമ്പിലേക്ക് വണ്ടി കയറാനുള്ളതല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഗേറ്റ് ആക്കും. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ആ ഭാഗത്ത് ഗേറ്റ് വെക്കും. അത് റെജി ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പണിയുടെ എല്ലാം അളന്ന് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റ് ഓർഡർ കൊടുക്കും. ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച പുള്ളിയോട് പേയ്മെൻറ്റ് അല്ല വരാൻ പറഞ്ഞിട്ട് പുള്ളിക്ക് എവിടെയോ വർക്ക് ആയതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് അകത്ത് ഇച്ചിരി പാച്ച് വർക്കുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ആ വർക്കുകൾ? അത് പറയാം, അത് തുടങ്ങട്ടെ, അന്നേരം പറയാം. ചെറിയ പാച്ച് വർക്കുകളാണ്. എന്നാലും ഇച്ചിരി മെനക്കേടുള്ള പണിയാണ്, ചെയ്യാതെ പറ്റൂലല്ലോ. പഴയ വീടാകുമ്പോൾ പാച്ച് വർക്കുകൾ ഇടയ്ക്ക് വരൂല. അങ്ങനെയുള്ള പരിപാടി. അപ്പൊ അതോടുകൂടി പരിപാടി. ടോട്ടൽ വർക്ക് തീരാൻ എത്ര നാളെടുത്തു? ജനുവരി 6-ാം തീയതി വർക്ക് തുടങ്ങി. പിന്നെ ഗ്രാസ് കട്ടർ വന്നു. അതിനുശേഷം ഇതായി. അപ്പം മാർച്ച് 18-ന് തീർന്നു. അപ്പൊ കാലാവധി കൂട്ടിയെടുത്തു. 2.5 മാസം കഷ്ടി. അപ്പൊ വർക്ക് തീർന്നു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നി. ഇനിയിപ്പോ അകത്തെ വർക്ക് കൂടെ തീർന്നാൽ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ചെയ്യണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 1 വർഷം മുമ്പ് ചെയ്യണമായിരുന്നു എന്നാ തോന്നുന്നു. ഇത്രയും ഭംഗിയാവും വിചാരിച്ചില്ല. കോമ്പൗണ്ട് നമുക്ക് പറമ്പായിട്ട് കിടക്കുന്ന ഏരിയ മൊത്തം അപ്പ കവർ ചെയ്ത് മൊത്തം ക്ലോസ് ആക്കി. ഇനിയിപ്പോ നമ്മുടെ മറ്റേ സൈഡിൽ മുഴുവനും നമുക്ക് പാടാല്ലേ. അതിപ്പോ പ്രശ്നമില്ല. പറമ്പിൽ നിന്ന് ഇറങ്ങണത് ഒരു ചെറിയ കൈത്തോടാണ്. കൈത്തോട് കഴിഞ്ഞ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പാടങ്ങളാണ്. ഇതിപ്പോ വിഷയമില്ല. മറ്റേ കരഭൂമിയായിട്ടുള്ള ഭാഗത്ത് മുഴുവൻ ബോർഡർ തെളിച്ച് മണ്ണിന്റെ ഈടായിരുന്നു. ആ ഈടൊക്കെ മാറ്റി വെച്ച് ഫുൾ മതിൽ കിട്ടി. സ്ട്രോങ് മതിൽ. ഓക്കെ.